ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഒരു 4 ടൈപ്പ് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പീസാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് ഈ നോമ്പിൻ്റെ ടൈമിലൊക്കെ നമ്മൾ എപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കും, പത്തിരിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ടൈപ്പിലൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 സവോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള അരിയുമ്പോൾ ഒരേ വലുപ്പത്തിൽ തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒന്ന് വറന്ന് കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനത് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ സവോള ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടി ചതച്ചതാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടികൾ ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടിയും കാശ്മീരി ചില്ലി ഒന്നല്ല, നമ്മുടെ സാധാ മുളക് പൊടിയാണ്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ സവോളയിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചിട്ട് എടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ മസാല അതും ഈ ചിക്കനിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൈവച്ച് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. കറക്റ്റായിട്ട് ആ മസാല ഫുള്ളായിട്ടാണ് പിടിച്ചിരിക്കും. എന്നിട്ടൊരു 5-10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ആ ടൈമിൽ നമുക്ക് ഒരു ചെറിയ പണി ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സവോള വറുത്തിട്ടുള്ള ആ ചീനച്ചട്ടി തന്നെ കേട്ടോ, അത് വേറെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് നടുവേ കീറിയിട്ട് ഇട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കണുണ്ട്. ലാസ്റ്റ് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് മെയിനാണ്. ഈ കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കണേ, എങ്കിലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഈ മിളകും ഇതൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചീനച്ചട്ടിയിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള പണി എളുപ്പത്തിൽ റെഡിയാക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഈ തീയിലിരുന്നിട്ട്, ചെറിയ തീയിലിരുന്നിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അഥവാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അടി പിടിക്കുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ലാസ്റ്റ് അല്പം കൂടി നമ്മുടെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക അവിടെ റെഡി ആയി കഴിഞ്ഞു. എളുപ്പത്തിൽ റെഡിയാക്കാം. നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുളക്, ഒരു 10 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കശുവണ്ടി പരിപ്പാണ്. അത് ഞാനൊരു കൈയാണ് എടുത്തേക്കുന്നത്, ഒരു കൈ അളവാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഒരു ലൈറ്റ് ഷെയ്ഡിലൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ അത് റോസ്റ്റായി വരുന്നുണ്ട്. ഇനി ഇത് ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായി ഫൈൻ പൊടിയൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 തക്കാളിയാണ്. ഈ 2 തക്കാളി കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് അപ്പോൾ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ അരിഞ്ഞു കിട്ടും. ഈ തക്കാളി ഇട്ട് അടിക്കുന്ന കാരണം കൊണ്ട് നന്നായി തിക്ക് പേസ്റ്റായിട്ട് നല്ല തിക്കായിട്ട് ഉള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. 2 തക്കാളിയാണ് ഇട്ടേക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത ആ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, 2 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തേക്കുന്നത്. അതിട്ടിട്ട് നന്നായി ഒന്ന് വാട്ടി കൊടുക്കണം. ഈ സവോള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം.
നന്നായി ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള സവോളയാണ് വേണ്ടത്. നമ്മൾ നീളത്തിൽ അരിയുന്ന സവോള ഇതിലേക്ക് എടുക്കരുത്, ചെറുതായിട്ട് തന്നെ കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നന്നായി തന്നെ വാടിക്കിട്ടണം, അതുവരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇത് വാടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ്. ഇതൊരു 1.5 ടീസ്പൂണോളം ഉണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. പച്ചമുളക് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ടേബിൾ സ്പൂണാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം എല്ലാതും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. 500 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഈ മസാല എല്ലാം നന്നായി ചിക്കനിൽ പറ്റി പിടിച്ചിരിക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ഒരു ലെമണിൻ്റെ പകുതി മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റാണ്, തക്കാളിയും അണ്ടിപ്പരിപ്പും ഉണക്കമുളകും കൂടി അരച്ചിട്ടുള്ള ആ പേസ്റ്റ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന പോലെ തന്നെ കിട്ടും നമുക്ക് ഈ കറി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ വെള്ളം കറക്റ്റാണ് ഈ ചിക്കൻ വേവാനൊക്കെ ആയിട്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും ചെയ്യും. ഇനി ഇതൊരു 15 മിനിറ്റോളം മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഗ്രേവിയൊക്കെ ശരിക്കും ആയിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കാം. പിന്നെ എരിവിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചിട്ടും എടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഉണക്കമുളക് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത് 5 എണ്ണം എടുക്കാം. ഞാൻ 10 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അത് ടേബിൾ സ്പൂൺ പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിട്ട് മാറും. അത് കാരണം കൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. അല്പം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നുറുക്കി വെച്ചിട്ടുള്ള സവോള ഒരു 2 എണ്ണം ഉണ്ട്. അത്യാവശ്യം വലിയ സവോളയാണ്. ഇതിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്നല്ല നുറുക്കിയേക്കുന്നത്, അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുത്തേക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ഈ സവോള നന്നായി ഒന്ന് വാടി കിട്ടാനായിട്ട് 2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവോള ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 200 ഗ്രാമോളം ഉണ്ട്. ഈ ചിക്കൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. മുളക് പൊടിയൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നന്നായി ഒന്ന് യോജിച്ച് വരണം. അതിനായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. നന്നായി വാടി കിട്ടണമെന്നൊന്നുമില്ല, ഇത്ര വേവായാൽ മതി. ഇനി നന്നായി ഒന്ന് ഈ പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് വാട്ടി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. അത് 1.25 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചി ചതച്ച് വെച്ചതാണ്. അതൊരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം, ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിലേക്ക് ഈ മസാലയാണ് ആവശ്യമായിട്ടുള്ളത്, വേറെ പൊടികളൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒരു 15 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പോളം മല്ലിയിലയാണ്. മല്ലിയിലയാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. ഇതാണ് ഈ ചിക്കന് ടേസ്റ്റ് കൊടുക്കുന്നത്, അതാണ് ഗ്രീൻ ചിക്കനാക്കി മാറ്റുന്നതും. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ മല്ലിയില നന്നായി ചിക്കനിൽ പിടിക്കണം. ഇനി അതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ടൊന്നും വേണ്ട, പകുതി ഭാഗം മാത്രം മതി. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം മുകളിൽ. ഇത് ഓപ്ഷണലാണ്, ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കത് നന്നായി റോസ്റ്റാക്കി എടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ അടിപൊളിയായി റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.